ഹല്ലേലൂയ. അതായത് ആദ്യത്തെ ചിന്ത ഇതാണ്: ദൈവത്തോട് ചേർന്നിരിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ പ്രവാചകൻ്റെ ജീവിതത്തിലും ദൈവപുരുഷൻ്റെ ജീവിതത്തിലും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും വേദനകളും സാമ്പത്തിക തകർച്ചകളും എല്ലാം ഉണ്ടാകാം. ഇതാണ് ആദ്യത്തെ ചിന്ത. ഒരു വ്യക്തി ദൈവത്തോട് ചേർന്നു, ദൈവത്തിൽ ആശ്രയിക്കുന്നു, ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെക്കുന്നു. അതുകൊണ്ട് അയാളുടെ ബാഹ്യമായ ജീവിതം മുഴുവൻ എല്ലാം കളർഫുള്ളായിരിക്കും, എല്ലാം നന്നായിരിക്കും, എല്ലാം ഭംഗിയായിട്ട് പോകുമെന്ന് തെറ്റിദ്ധരിക്കരുത്. ഇവിടെ ആരുടെ ഭാര്യയാണ് വന്നേക്കണേ? പ്രവാചകന്റെ ഭാര്യ. പ്രവാചകൻ മരിക്കണേന് മുമ്പ് എന്ത് ചെയ്തു എന്നാ പറഞ്ഞത്? ജീവിക്കാൻ വകയില്ലാത്തതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവാചകനും കടം മേടിക്കേണ്ട ഗതികേട് വന്നിട്ടുണ്ടെന്ന് ബൈബിളിൽ എഴുതി വയ്ക്കുക. അതുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തോട് ചേർന്നിരുന്നത് കൊണ്ട് എല്ലാം ശരിയായി എന്ന് ആരും ചിന്തിക്കരുത്. വേറൊരു ചിന്തയുണ്ട്. ചിലർ ചോദിക്കണ കേൾക്കാം, അവനൊക്കെ എന്നും പള്ളിയും ധ്യാനമൊന്നും പറഞ്ഞ് നടന്നതല്ലേ, എന്നിട്ട് ഇപ്പോൾ അവനിതുവരെ ഗതി പിടിച്ച് കണ്ടിട്ടില്ല അല്ലേ? അങ്ങനെ കേട്ടിട്ടില്ലേ? അവളെ എല്ലാ ദിവസവും പള്ളിയിൽ നിന്ന് പറഞ്ഞ് നടന്നിട്ട് ഇപ്പോൾ കൊച്ചു കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരുത്തനൂടെ ഇറങ്ങിപ്പോയി. എങ്ങനെയുണ്ട്? നല്ല രസം അല്ലേ? ഓർമ്മ വെച്ച നാൾ പോലെ കാണണം ഇവൻ പള്ളിയിൽ നിന്ന് ഇറങ്ങാണ്ട് കിടക്കണേ. ഇപ്പൊ അവൻ ജപ്തിയുടെ നോട്ടീസും പിടിച്ചോണ്ട് കിടക്കണത്. അപ്പൊ അങ്ങനെ വിധിക്കണവരുണ്ട്. ഈ രണ്ടും ഉണ്ട്. ഞാൻ ഇത്രയും നാൾ എൻ്റെ ദൈവമേ നിന്നെ വിളിച്ചോണ്ട് നടന്നിട്ട് എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് പരാതി പറയുന്നവരുണ്ട്. അവളൊക്കെ ദൈവത്തിന്റെ പിന്നാലെ നടന്നിട്ട് അവന്റെ ജീവിതം എങ്ങനെയാ, നമ്മളൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങോട്ട് പോയി ഇപ്പോഴും വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ ജീവിക്കണു എന്ന് നേരെ തിരിച്ചു പറയുന്നവരും ഉണ്ട്. ഈ രണ്ട് ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെയും മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനൊരു ചിന്ത മനസ്സിൽ സൂക്ഷിക്കുക. ഒരാൾ ദൈവത്തിനു വേണ്ടി ജീവിച്ചു, ഒരാൾ വചനത്തിനു വേണ്ടി ജീവിച്ചു, ഒരാൾ ആത്മീയ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയി. അതുകൊണ്ട് അവൻ്റെ ഭൗതിക കാര്യങ്ങൾ, അവരുടെ ബാഹ്യമായ കാര്യങ്ങൾ എല്ലാം സുന്ദരമായിരിക്കുമെന്ന് തെറ്റിദ്ധരിച്ചേക്കരുത്. മനസ്സിലായോ? ഇതാണ് കൂട്ടായ്മയുടെ ഈ കൺവെൻഷനിലെ ഒന്നാമത്തെ ചിന്ത. ഞാൻ ഓർമ്മ വച്ച നാളുണ്ടായിരുന്ന എൻ്റെ വിശ്വാസവും എൻ്റെ ജീവിത രീതികളെല്ലാം ഉപേക്ഷിച്ചിട്ട് ഞാൻ എൻ്റെ ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചു. ഞാൻ മാമോദിസ സ്വീകരിച്ചു, വിശ്വാസിയായിട്ട് മാറി, വചനത്തെ മുറുകെ പിടിച്ചു. എത്ര വീടുകളിലാ പോയി ദൈവവചനം പറഞ്ഞേക്കണേ, എത്ര പേരെ ഞാൻ ധ്യാനത്തിന് കൊണ്ടുവന്ന് വിട്ടേക്കണത്. എന്നിട്ടും എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ കഷ്ടപ്പാടും ദുരിതവും കഴിഞ്ഞിട്ട് സമയമില്ല. അപ്പൊ ഉറപ്പിച്ചോ, നീ ദൈവത്തിന്റെ പൈതലായി മാറി. ഹല്ലേലൂയ. അപ്പൊ എന്തോ സുന്ദരമാക്കി തീർക്കാൻ, ജീവിതം മുഴുവൻ സുന്ദരമാക്കി തീർക്കുന്ന ഒരു പരിപാടിയാണ് ഈശോയുടെ കൂടെ കൂടിയാ എന്ന് തെറ്റിദ്ധരിച്ചേക്കരുത്. പണ്ട് 12 കൂടി അവസാനം അവന്റെ തോളയിൽ കുരിശ് കാരണം കണ്ടപ്പോ ഇട്ടിട്ട് ഒരുത്തൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ എല്ലാം സുന്ദരമാകുന്ന ഒരു പരിപാടിക്ക് വേണ്ടിയിട്ടല്ല യേശു നിനക്ക് യേശുവിലുള്ള വിശ്വാസം തന്ന്, മാമോദീസയും തന്ന്, വചനവും കയ്യിൽ വെച്ച് വിട്ടേക്കണത്. ഹല്ലേലൂയ. ഈ ചിന്ത മനസ്സിലായോ? ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണു, ഈശോയുടെ പിന്നാലെയാന്ന് കരുതിക്കൊണ്ട് ജീവിതം എല്ലാം സുഗമമായെന്നൊന്നും തെറ്റിദ്ധരിച്ചേക്കരുത്. അങ്ങനെയുള്ളവർക്ക് സങ്കടമുണ്ട്. ഇപ്പൊ പ്രവാചകന്റെ ഭാര്യ വിധവയായ അമ്മ വന്നിട്ട് എലീശാ പ്രവാചകനോട് പറഞ്ഞു, അല്ലയോ പ്രവാചക, എൻ്റെ കെട്ടിയോൻ ജീവിച്ചിരുന്ന കാലത്ത് കുറച്ച് പൈസ കടം മേടിച്ചായിരുന്നു. പക്ഷെ പുള്ളിക്ക് മരിക്കണേന് മുമ്പ് അത് വീട്ടിൽ തീർക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ പുള്ളി മരിച്ചുപോയി. ഇപ്പൊ കടം മേടിച്ച ആളുകളൊക്കെ വീട്ടിൽ വന്നിട്ട് ശല്യം ചെയ്യുക. അവര് പറഞ്ഞ് പൈസ കൊടുത്തില്ലെങ്കിൽ മക്കളെ പിടിച്ച് അടിമകളാക്കൂന്ന്. ഞാൻ എന്താ ചെയ്യണ്ടേ? ഇപ്പൊ രണ്ടാമത്തെ ചിന്ത എന്താണെന്നറിയാമോ? ജീവിതത്തിലൊരു തകർച്ച വന്നപ്പോ പ്രവാചകന്റെ ഭാര്യ എങ്ങോട്ടാ ചെന്നത്? ദൈവപുരുഷന്റെ അടുത്തേക്ക്, എലീശാ പ്രവാചകന്റെ അടുത്തേക്ക്. അപ്പോ ദൈവത്തിന്റെ പിന്നാലെ കൂടിയോർക്കും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാമെന്നത് ഒന്നാമത്തെ ചിന്ത. രണ്ടാമത്തെ ചിന്ത, പ്രശ്നങ്ങൾ ഉണ്ടായാലും എങ്ങോട്ട് ചെല്ലണം?
ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലണം. ഒന്ന് കരം പിടിച്ചൊന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ.